ഇന്ന് നാം മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. സാധാരണയായിട്ട് എല്ലാ വർഷവും നാം മാർച്ച് 25-നാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷം അത് വിശുദ്ധവാരം ആയതുകൊണ്ട് ഇന്നേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവിക സ്വപ്നത്തിൻ്റെ ഭൂമിയിലെ ഉദ്ഘാടനമായിരുന്നു മംഗളവാർത്താ ദിനം. യുവത്വം മാറാത്ത മേരിയുടെ അടുക്കൽ മാലാഖ വന്ന് ദൈവിക പദ്ധതി അറിയിച്ചപ്പോൾ അനേകം ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുക സ്വാഭാവികമാണ്. എന്നാൽ മേരി ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യെസ് പറഞ്ഞു. ദൈവത്തിന് ജീവിതം മുഴുവൻ സമർപ്പിച്ചവർക്ക് പിന്നെ എന്ത് നോക്കാനാ, അല്ലേ? വചനങ്ങൾ കേട്ട് മറിയം അത്ഭുതപ്പെടുകയും ഇത്തിരിയെങ്കിലും ആശങ്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം മറിയത്തിൽ നിന്ന് ഉയരുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കാതിരിക്കുവാൻ മറിയത്തിന് തൻ്റേതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങളെല്ലാം അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ലളിതവും ശക്തവുമായ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ദൈവത്തിനായി വഴിമാറിക്കൊടുത്തു. അവിടെ ശരിക്കും നടന്നത് മറിയത്തിൻ്റെ ജീവിത ബലിയായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി തൻ്റെ ഇഷ്ടങ്ങൾ അവൾ മാറ്റിവെച്ചു. നസറത്തിലെ ആ ചെറുഭവനത്തെ ദൈവിക കൂടാരമാക്കുവാനുള്ള കഴിവ് മറിയത്തിനുണ്ടായിരുന്നു. തൻ്റെ കുറവുകളിലും സംശയത്തിലും ഒന്നും നോക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെയുള്ള ഒരു വ്രതവാഗ്ദാനമാണ് മംഗളവാർത്താ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാതോർത്തുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാകട്ടെ നമ്മുടെ ജീവിതയാത്രയും. തിരുനാൾ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്.